ഞാൻ ഇന്ന് ഒരു ഡിജിറ്റൽ വോൾട്ട് മീറ്ററിനെ പരിചയപ്പെടുത്തുന്ന ഒരു ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത്. നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് തന്നെ കടക്കാം. ഹായ് ഫ്രണ്ട്സ്, ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗാമ റേസ്. Audio Jungle. Audio Jungle. ഞാനിവിടെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു വോൾട്ട് മീറ്റർ അത് നിർമ്മിച്ചിട്ടുള്ളത് സിബാസ് എന്നൊരു കമ്പനിയാണ്. ഈ ഒരു വോൾട്ട് മീറ്റർ അത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഈ ഒരു വോൾട്ട് മീറ്ററിന് 190 രൂപയാണ് വില വരുന്നത്. പക്ഷേ ടാക്സും ഡെലിവറി ചാർജും ഒക്കെ ആയിട്ട് വരുമ്പോൾ അതൊരു 240 രൂപ അടുത്ത് വരുന്നുണ്ട്. ഞാൻ 3 ഡിജിറ്റൽ വോൾട്ട് മീറ്ററാണ് വാങ്ങിയത്. അതിൽ 2 എണ്ണം ഇതിലിപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു വോൾട്ട് മീറ്റർ ഞാൻ ഓൾറെഡി ഇവിടെ ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു എക്സ്റ്റൻഷൻ ബോർഡിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഡിജിറ്റൽ വോൾട്ട് മീറ്റർ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു എക്സ്റ്റൻഷൻ ബോർഡിൽ ആ ഒരു സ്വിച്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ആ ഒരു മീറ്റർ ഓഫ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു മീറ്റർ ഓൾറെഡി ഉപയോഗിച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു മീറ്റർ വാങ്ങിയിട്ടിപ്പോൾ ഏകദേശം 4 മാസത്തിന് മുകളിൽ സമയമായിട്ടുണ്ട്. യാതൊരുവിധ പ്രശ്നവും ഇല്ലാതെ അത് വർക്കാവുന്നുണ്ട്. ഇനി എൻ്റെ കയ്യിൽ സ്റ്റോക്കുള്ള ഈ ഒരു വോൾട്ട് മീറ്റർ അത് ഞാൻ അഴിച്ച് കാണിച്ചു തരാം. ഇത് നമുക്ക് പല നിറത്തിലും ലഭ്യമാണ്. അതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് പല നിറത്തിലും ലഭ്യമാണ്. ഈ ഒരു മീറ്ററിൽ നിങ്ങൾക്കിപ്പോൾ ഒരു നീല നിറത്തിലാണ് കാണാൻ സാധിക്കുന്നത്. ഇത് വേറെ നിറമാണ്. ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു മീറ്റർ അത് വർക്ക് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ നിറം ഏതാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നമ്മളിവിടെ ഒരു കഷ്ണം വയറെടുക്കുക. അതിനുശേഷം ആ ഒരു വയറിൻ്റെ തുമ്പത്തെ ഇൻസുലേഷൻ കളയുക. അതിനു മുൻപ് ഇവിടെ 2 സ്ക്രൂ വന്നിട്ടുണ്ട്, അത് ലൂസ് ചെയ്ത് വെക്കണം. ഇവിടെ ഞാൻ ഓൾറെഡി അത് ലൂസാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ കണക്ഷൻ കൊടുക്കുക. എക്സ്റ്റൻഷൻ ബോർഡിൽ വന്നിട്ടുള്ള ആ ഒരു 3 പിൻ സോക്കറ്റിൽ കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് സെയിം നീല നിറം തന്നെയാണ്. വേറെ നിറമാണ് എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിയത്. പക്ഷെ നിറത്തിൽ ഇവിടെ മാറ്റമൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. ഇനി നമുക്ക് ഈ ഒരു മീറ്റർ ഒഴിവാക്കിയിട്ട് അടുത്ത മീറ്റർ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത മീറ്റർ നമ്മളിവിടെ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം ഈ ഒരു മീറ്ററിൻ്റെ ബാക്കിൽ വന്നിട്ടുള്ള ആ ഒരു സ്ക്രൂ അത് ലൂസ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഈ ഒരു മീറ്റർ അതൊരു DB ബോർഡിലാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം
ഈ മീറ്ററിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒരു വസ്തു കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ആദ്യം അഴിച്ചെടുക്കുക. അതിനുശേഷം ഇത് ഫുള്ളായി അഴിച്ചെടുത്തതിന് ശേഷം ഇവിടെ ഒരു റബ്ബർ കാണാൻ സാധിക്കും. ഈ റബ്ബർ ആ DB ബോർഡിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഫ്രെയിമിൽ ആവുന്ന വിധത്തിൽ അത് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ DB ബോർഡിൻ്റെ ബാക്കിൽ വരുന്ന ആ ഒരു ഫ്രെയിമിൽ വെച്ചാലും മതി. അതിനുശേഷം നമ്മൾ ഈ ഒരു മീറ്റർ ഇങ്ങനെ ഇറക്കി വെച്ചതിന് ശേഷം, അതായത് ഈ രൂപത്തിൽ ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ഫ്രെയിമിൻ്റെ ബാക്കിൽ ഈ ഒരു വസ്തു ഇത് ഉപയോഗിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് ആണ്. നമ്മൾ ഓവർ ടൈറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ത്രെഡ് പോകാനുള്ള സാധ്യത അവിടെ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു മീറ്റർ DB ബോർഡിൽ 3 ഇൻഡിക്കേറ്റർ വരുന്നുണ്ടല്ലോ, ആ സ്ഥാനത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു 3 ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാവുന്ന കറണ്ട് ബില്ല് മാത്രം തന്നെ ഇതിന് വരുന്നുള്ളൂ. പക്ഷേ നമുക്ക് ഇൻഡിക്കേറ്റർ അവിടെ ഉപയോഗിക്കുമ്പോൾ കറണ്ട് ഉണ്ടോ എന്ന് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. നമ്മൾ ആ ഇൻഡിക്കേറ്റർ ഒഴിവാക്കിയിട്ട് ഈ ഒരു മീറ്റർ അവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറണ്ട് ഉണ്ടോ എന്ന് അറിയാനും സാധിക്കും. അതുപോലെ തന്നെ ലൈൻ വോൾട്ടേജ് എത്രയാണ് എന്ന് അറിയാനും സാധിക്കും. പക്ഷേ ഈ ഒരു മീറ്റർ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നില്ല. നമുക്ക് ഇതുപോലെ ആമസോൺ പോലുള്ള സൈറ്റുകളിൽ നിന്ന് മാത്രമാണ് ഇത് കിട്ടുന്നത്. ഇതിപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇത് സാധാരണ അവർ ഡെലിവറി ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു മീറ്ററിൻ്റെ ബാക്കിൽ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ വയർ കണക്ഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ഒരു പക്ഷേ ഇതും സെയിം നീല കളർ തന്നെ ആയിരിക്കാം. ഞാനിത് ബുക്ക് ചെയ്യുമ്പോൾ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറായിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. ഇതിപ്പോൾ സെയിം കളർ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 നിറത്തിൽ കിട്ടുന്നുണ്ട്. അതായത് പച്ച, ചുവപ്പ്, നീല എന്നിങ്ങനെ 3 നിറത്തിലാണ് ഇത് കിട്ടുന്നത്. പക്ഷേ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഈ ഒരു മീറ്ററിൽ 3ഉം ഒരേ കളർ തന്നെയാണ് കാണാൻ സാധിച്ചത്. പക്ഷെ ഞാൻ ബുക്ക് ചെയ്തത് തീർത്തും 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറായിരുന്നു. അതായത് പച്ച, നീല, ചുവപ്പ്. പക്ഷെ അവർ തന്നിട്ടുള്ളത് ഇപ്പോൾ 3ഉം സെയിം കളർ തന്നെയാണ്. ഒരു പക്ഷേ അവർക്ക് അബദ്ധം സംഭവിച്ചതായിരിക്കാം. ഞാനിപ്പോൾ ഇന്നാണ് വാസ്തവത്തിൽ എൻ്റെ കയ്യിലുള്ള ബാക്കി 2 മീറ്റർ ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങൾക്ക് 2 മീറ്റർ അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തന്നു. ഒരു മീറ്റർ ഇവിടെ മുൻപ് തന്നെ ആ ഒരു എക്സ്റ്റൻഷൻ ബോർഡിൽ ഫിറ്റ് ചെയ്ത രംഗവും കാണിച്ചു തന്നു. ഇനി നമുക്ക് ഈ ഒരു മീറ്ററിൻ്റെ ഗുണമേന്മ പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 2 മീറ്ററും ഒരേ സമയത്ത് തന്നെ ഈ ഒരു സോക്കറ്റിൽ കൊടുത്തു നോക്കാം. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ 2 മീറ്ററിലും സെയിം വോൾട്ടേജ് തന്നെ ആയിരിക്കും വരുന്നത്. അത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കിപ്പോൾ 2 മീറ്ററിലും സെയിം 215 വോൾട്ടേജ് തന്നെയാണ് കാണിക്കുന്നത്.
അപ്പോൾ ഈ മീറ്ററിൻ്റെ ഗുണമേന്മ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ നമ്മൾ ആദ്യം ഫിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മീറ്ററിലും സെയിം വോൾട്ടേജ് തന്നെയാണ് കാണിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ആ ഒരു എക്സ്റ്റൻഷൻ ബോർഡിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു മീറ്ററിൽ വോൾട്ടേജ് മാറുന്നതിനനുസരിച്ചിട്ട് ഈ മീറ്ററിലും, അതായത് നമ്മളിപ്പോൾ ഇതിൽ കണക്ഷൻ കൊടുത്തിട്ടുള്ള ആ 2 മീറ്ററിലും വോൾട്ടേജ് മാറുന്നതായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ 3 മീറ്ററിലും സെയിം വോൾട്ടേജ് തന്നെയാണ് കാണുന്നത് എന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ഞാനിവിടെ പരിചയപ്പെടുത്തി തന്ന ഷിബാസ് എന്ന കമ്പനി നിർമ്മിക്കുന്ന ഈ ഒരു ഡിജിറ്റൽ വോൾട്ട്മീറ്റർ, അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് ഇതിനകം മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. കാരണം ഞാനിവിടെ 3 വോൾട്ട്മീറ്റർ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു വോൾട്ടേജ് മാറുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ അവിടെ സെയിം വോൾട്ടേജ് തന്നെ കാണാൻ സാധിച്ചു. അപ്പോൾ അതൊരു നല്ല ക്വാളിറ്റിയാണ്. പിന്നെ നമ്മൾ രണ്ടാമത് നോക്കുന്ന ഒരു കാര്യം, ഈ ഒരു ഡിജിറ്റൽ വോൾട്ട്മീറ്റർ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഒരുപാട് കാലം ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ പറയാനുള്ളത്, ഈ ഒരു ഡിജിറ്റൽ വോൾട്ട്മീറ്റർ ഞാൻ വാങ്ങിയിട്ട് 4 മാസത്തിൻ്റെ മുകളിലായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രാവിലെ നമ്മൾ പണിക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് അവിടെ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മീറ്റർ അവിടെ വർക്കാവുന്നുണ്ട്. പിന്നീട് വൈകുന്നേരം പോകുന്ന സമയത്താണ് ആ ഒരു എക്സ്റ്റൻഷൻ ബോർഡ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിർത്താതെ തന്നെ ഒരുപാട് സമയം ആ ഒരു വോൾട്ട്മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 4 മാസം ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു പരിചയം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല ഒരു ഗുണമേന്മയുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് എന്ന് 100% വ്യക്തമാണ്. പിന്നെ ഞാനിവിടെ 3 വോൾട്ട്മീറ്ററാണ് വാങ്ങിയത്. അതിന് ഇവിടെ ഏകദേശം 740 രൂപയാണ് വില വന്നത്, ടാക്സ് അടക്കം. ഇനി മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കാനുള്ളത്, നമുക്ക് ഈ ഒരു മീറ്റർ ഉപയോഗിച്ചിട്ട് 60 വോൾട്ട് മുതൽ 500 വോൾട്ട് വരെ മെഷർ ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ 3 വോൾട്ട്മീറ്റർ വാങ്ങിയ കാര്യം നിങ്ങൾക്ക് കാണിച്ചു തന്നു. അതിൽ ഒരു വോൾട്ട്മീറ്റർ ആ ഒരു എക്സ്റ്റൻഷൻ ബോർഡിൽ ഉപയോഗിക്കുന്നതായിട്ടും കാണാൻ സാധിച്ചു. 2 വോൾട്ട്മീറ്റർ അവിടെ ബാക്കി സ്റ്റോക്ക് വരുന്നുണ്ട്. ആ 2 വോൾട്ട്മീറ്റർ അധികമായിട്ട് വാങ്ങിയത്, അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വോൾട്ടേജ് മെഷർ ചെയ്യാനും അതുപോലെ തന്നെ വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടെത്താനും ആംബിയർ ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അതിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.